ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. തീർച്ചയായും മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ളതൊക്കെ പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. അതിലൊരു നിലയ്ക്കും ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അത് തീർത്തും പറയാം. പൂർണ്ണമായി പാർലമെൻ്ററി പാർട്ടിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും. എന്നത്തേക്കാണ് പാർലമെന്ററി പാർട്ടി ചേരുക? അതിപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ തീരുമാനം. ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് താഴെ തട്ടിൽ അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ഒരു തീരുമാനത്തിന് ഈ ജില്ലയിലെ മുഴുവൻ സീനിയർ നേതൃത്വം അതിന് കൂട്ടുനിന്നു. അതെനിക്ക് വളരെയധികം ശക്തി പകർന്നു. അതിലൊരു മാറ്റവും വരുത്താതെ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവർ വോട്ടർമാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിജയം ഞങ്ങൾക്ക് ലഭിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായും താഴെ തട്ടിൽ നിന്നാണ് ഞങ്ങളുടെ സെലക്ഷൻ. അതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അത്തരത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുള്ളിടത്ത് ഞങ്ങൾ ഈ വിജയത്തിൽ അഹങ്കരിക്കുകയല്ല. ആ തെറ്റുകൾ ഞങ്ങൾ പരിശോധിക്കും. തെറ്റുകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. മാറ്റി നിർത്തിയാലേ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്ര ആശാവഹമായ പെർഫോമൻസ് അല്ല UDF ഉണ്ടായി. അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് 16 പഞ്ചായത്തായിരുന്നു 2020. ഇപ്പം അത് 34 പഞ്ചായത്തായി. 6 പഞ്ചായത്തിൽ ഞങ്ങൾ സമാസമമാണ്. അതുപോലെ തന്നെ ബാക്കി 7ഓളം പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഒരു സീറ്റിനാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. അവിടെ സ്വതന്ത്രന്മാരുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എണ്ണത്തിൽ കണക്കാക്കിയാൽ ഏകദേശം 50 മുകളിലുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് കരുത്ത് കാണിക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് 5 എന്നുള്ളത് ഞങ്ങൾക്ക് 9ലേക്ക് എത്താൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 3 എന്നുള്ളത് ഞങ്ങൾക്ക് 6ലേക്ക്, ഒരെണ്ണം ടൈ ഉൾപ്പെടെ 6ലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പം അത്രയും വലിയ ഒരു മുന്നേറ്റം നടത്താൻ 10 വർഷമായിട്ട് ഞങ്ങൾ ഭരണത്തിലില്ല. ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടി വന്നു. സാമ്പത്തികമായി ഞങ്ങൾക്ക് അത്രയേറെ കഷ്ടപ്പാടുകൾ. ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഞങ്ങൾ ഓണത്തിന് ശേഷം ഫണ്ട് ശേഖരണം നടത്തിയതിൻ്റെ അതുമയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇവിടെ ഭരണത്തിൻ്റെ തണലിൽ BJPയും മറുഭാഗത്ത് CPMഉം ഞങ്ങളെല്ലാ രീതിയിലും ഉദ്യോഗസ്ഥ തലത്തിൽ, സാമ്പത്തിക തലത്തിൽ, മറ്റു തരത്തിലുള്ള ഭീഷണികളിലൊക്കെ ഞങ്ങളെ നേരിട്ടപ്പോൾ ഞങ്ങൾക്ക് അതിനെയൊക്കെ പ്രതിരോധിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. തൃശ്ശൂർ ജില്ലയുടെ ഇപ്പോഴത്തെ 10 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ഞങ്ങളുടെ മുന്നേറ്റത്തെ നിഷേധിക്കാനാവില്ല, വില കുറച്ച് കാണാനാകില്ല. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഒരു ഐക്യബോധം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ ഈ ജില്ലയിലെ ഉന്നത നേതാക്കളിൽ വരെ ഉണ്ടായി. അതിൻ്റെ പരിണത ഫലമാണ്. അത് വെച്ച് ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.